എയർപോർട്ട് അടുക്കാൻ തോറും എന്താ കൊച്ചിന് ഭയങ്കര സങ്കടം കേട്ടോ. രാവിലെ തൊട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുവാണ്. വണ്ടി വന്നു, പോയാലോ? അപ്പം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നിധി ചന്ദ്രനൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ടേപ്പ് മൂടിപ്പോയി. അപ്പൊ ചന്ദ്രൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ജോസിയേട്ടൻ വന്നിട്ട് 1 മണിക്കൂറായി. നമ്മൾ ഇറങ്ങാൻ ഇച്ചിരി ലേറ്റായി പോയി. കുറെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ ഒറ്റയ്ക്കല്ല ഉള്ളൂ. കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കോഴിക്ക് തീറ്റ കൊടുക്കുന്നതെല്ലാം പറഞ്ഞെല്ലാം അറേഞ്ച് ചെയ്യും. എല്ലാ ജീവികൾക്കും നമ്മൾ രാവിലെ തീറ്റ കൊടുത്തു. ഇനി വൈകിട്ടത്തെ കാര്യം മാത്രം എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വന്നപ്പോ ഇച്ചിരി താമസിച്ചു. 1 മണിക്കൂർ താമസിച്ചുപോയി. അപ്പം ഇനി ഒട്ടും താമസിക്കണ്ട, നേരെ പോവാണ്. അപ്പം ബാഗ് എടുത്തോ. വെയിറ്റ് ഉണ്ടോ? തൂക്കിയായിരുന്നു നിങ്ങൾ അവസാനം. ഇറങ്ങിക്കോ. പോവാ കേട്ടോടെ ഇറങ്ങിയത്. ഞാൻ വരണ്ടേ? വാ, ഇത് നമ്മുടെ ഫാമിലി മെമ്പർക്ക് കൊടുക്കാനുള്ള ചെടിയാ കേട്ടോ. എല്ലാം എടുത്തു. ചേച്ചിക്കും ഉണ്ടാവുള്ള അതെല്ലാം എടുത്തു. ഓർത്തൊക്കെ അമ്മ എടുത്തു. പിങ്കി ഇറങ്ങി നടക്കണോ കുഞ്ഞേ? അവള് തന്നെ കേറിക്കോളൂ. പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിക്കണം ഇരുന്ന് കഴിക്കാൻ വേണ്ടി. ഇല്ല ഒന്നും എടുക്കാനില്ല. ഇപ്പൊ കേറിക്കോ. അതെ, പെട്ടെന്ന് വരുന്നു. ദിവസങ്ങൾ ഇതാന്ന് വെച്ചാ കഴിഞ്ഞു. മാമനോട് പറയണേ പോയെന്നെ. കേറിക്കോ. അമ്മ നിന്നെ, അമ്മയുടെ ഡ്രസ്സ് ഒന്ന് കാണണ്ടേ? അമ്മയുടെ നമ്മൾ മേടിച്ച് ചുരിദാർ തുണി കേട്ടോ. പാൻ്റ് ഒക്കെ തയ്ച്ച് സെറ്റായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല രസമുണ്ട്. ചേരും കേട്ടോ. മാളക്കുട്ടിയുടെ ഡ്രസ്സ് കാണിച്ചേ. മാളക്കുട്ടിയുടെ കൊച്ചിൻ്റെ ഡ്രസ്സ് ഇതാ കേട്ടോ. ഇനി കുട്ടമ്മോന്റെ ഡ്രസ്സ് കാണിച്ചേ. എന്റെ ചെറുക്കന്റെ കൂടെ ഡ്രസ്സ് കാണിക്കട്ടെ. ഞാനും പോവാട്ടോ. എനിക്കും ബാഗൊക്കെ ഉണ്ട്. അതെ, പുതിയ ഷൂ ഒക്കെ ഇട്ട് മിടുക്കനായിട്ട് വന്നിട്ടുണ്ട്. രാവിലെ ഒരു അലമ്പ് കഴിഞ്ഞിട്ടിരിക്കുവാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എറണാകുളത്തായോണ്ട് ഹുഡി ടൈപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂടായിരിക്കും. അതുകൊണ്ട് അവസാനം അമ്മ തപ്പിയെടുത്താണ് ഇത് കറുപ്പായി പോയി. ഏറ്റവും കൂടുതൽ ചൂട് പിടിക്കുന്ന സാധനമാണ്. നല്ലൊരു ഷർട്ട് തേച്ചു കൊടുത്തപ്പോ അത് വേണ്ട പോരും. തേച്ചിട്ട് ഞാൻ മടക്കി അവിടെ വെച്ചിട്ട് പോകും. കേറാവേ. ഇല്ല, അവിടെ ഇരുന്നോണ്ടാ ഛർദിക്കുകയല്ല. എന്നാ കേറിക്കോ. പകുതി കഴിയുമ്പോ എന്നെ ഫ്രണ്ട് ഇരുത്തണേ. ഇല്ല കേറിക്കോ. ഞാൻ ഇങ്ങനെ എടുത്തിട്ടാണോ വീഡിയോ എടുക്കണ്ടേ? ജോസേട്ടാ എന്റെ ഗ്ലാസ് ചെയ്യാൻ താത്തിട്ടേക്കാവോ? എന്നാ അറിയോ? പോവാണേ. ചെറിയൊരു സങ്കടം ഉണ്ടോ? തന്നെ പോകുന്നുണ്ട്. ആകെന്ന് പറഞ്ഞു തന്നെ വിടണ്ട. പോയിട്ട് വരാം. നല്ല വെയിലാണ്, കാണത്തില്ല. അവർ 3 പേരും കൂടെ പോയി നേർച്ചയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളെ സ്കൂളിന്റെ കോർട്ടിന് ഹൈറ്റ് കൂട്ടും കേട്ടോ. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ണൊക്കെ കൊണ്ട് നിരത്തിയിട്ട് ഇത്തിരി കൂടെ പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞ് കളിക്കാനൊക്കെ വേണ്ടി ഇത്തിരി കൂടെ സെറ്റാക്കുവാണ്. ഇന്നത്തെ കോസ്റ്റ്യൂം അമ്മയുടെ അടിപൊളിയാ. അമ്മയുടെ ഡ്രസ് നൈസാ. കേറ്. അമ്മയുടെ ഷാള് മണ്ണിലിട്ട് വലിക്കണോ? എന്നാടോ പ്രാർത്ഥിച്ചേ? എന്നാ പ്രാർത്ഥിച്ചേ? ആണോ? ഞങ്ങളെ കാണാത്ത സങ്കടമൊന്നും ഇല്ലടോ. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയ വിഷമം.
രാധയ്ക്ക് സങ്കടമായിരുന്നു കേട്ടോ. ഒറ്റയ്ക്ക് പോകുന്നുള്ള വിഷമം. ഒറ്റയ്ക്ക് എത്രയോ പിള്ളേർ പോകുന്നത് അങ്ങനെ. രാധ ആള് പോകുന്ന കാര്യം പറഞ്ഞപ്പോ തൊട്ട് ചെറുക്കനെ കൂടെ കൂട്ടി വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ബഹളമായിരുന്നു. അമ്മ എങ്ങനെ ദൂരോട്ട് ഒറ്റയ്ക്കൊന്നും പിള്ളേരെ വിടുന്നില്ല. ഞങ്ങളെയാണ് ഒറ്റയ്ക്ക് ഒരിടത്ത് പിടിയല്ലേ. അതുകൊണ്ട് ആ ഒരു മനസ്സമ്മയ്ക്ക്. ഇപ്പോഴല്ലേ പിള്ളേരെ ഒന്നും പിന്നെ അങ്ങനെ നോക്കാതെ എല്ലാരും ഒറ്റയ്ക്കൊക്കെ വിടുന്നത്. പഴയ കാലത്തെ മനുഷ്യനൊക്കെ കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റയ്ക്ക് വിടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതെ അതെ. അപ്പൊ ഞങ്ങളെല്ലാരും ഓരോ ഗോതമ്പ് ദോശ കഴിച്ചു. അമ്മ ഒരെണ്ണം കഴിച്ചു, പപ്പ രണ്ടെണ്ണം കഴിച്ചു, ഞാൻ ഒരെണ്ണം കഴിച്ചു, മാളക്കുട്ടി ഒരെണ്ണം കഴിച്ചു. ചെറിയൊരു കാപ്പി എന്തെങ്കിലും കുടിക്കണം. പിന്നെ 2 അപ്പമൊക്കെ കഴിച്ചിട്ട് വന്നവരൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ. പേര് പറയണ്ട, തുപ്പി കാണിച്ചാൽ മതിയോ. അപ്പം കടലക്കറി കഴിച്ചിട്ട് വന്നവരുണ്ട്. രാവിലെ വണ്ടിയിൽ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വന്ന വണ്ടിയൊക്കെ എടുത്തോണ്ട് വഴിക്ക് പോവല്ലേ. അതെ. പിന്നെ ഇവിടെ ഉള്ളപ്പോ കുർബാന കൂടും അല്ലേ. ഇന്നലെ വിളിച്ചു എന്നോട് പറഞ്ഞു ഞാൻ കുർബാന കൂടിയിട്ടേ വരുള്ളൂ. ഞാൻ പറഞ്ഞു ഓക്കെ. ഞങ്ങൾ 8 മണിക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തേ. 2 മണിക്കൂർ താമസിച്ചു പോയി. അവിടെ ചെല്ലുമ്പത്തിന് 2 മണിയാവും. നല്ല കണിക്കുന്ന കൂത്ത് നിൽക്കുന്നുണ്ടപ്പാ. ഇഷ്ടം പോലെ പോണ്ടേ. ഛർദിച്ചോടോ? ആണോ? ഒരാൾ ഛർദിയൊക്കെ കഴിഞ്ഞ് വണ്ടിയൊക്കെ നമ്മളൊന്ന് സൈഡാക്കി. അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലേ? ഞാനിങ്ങനെ വയറെല്ലാം പൊത്തിപ്പിടിച്ചോണ്ടിരിക്കും. എന്നറിയോ, ഛർദിക്കാൻ വന്നാലോ നോർത്തുണ്ട്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. വർത്താനം പറഞ്ഞോണ്ടിരിക്കാൻ വലിയ കുഴപ്പമില്ല. ആണോ? സാധാരണ വായ സ്ഥാനാർത്ഥിയാണോ? വഴിയൊന്ന് അടുക്ക് കിടക്കണം. അത് കൊള്ളാം. അടിപൊളി റിസോർട്ടൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ഇനി എന്നാ ചെയ്യും? ഇനി എനിക്കായിരുന്നു മൂടോഫ്. വീട്ടിലുള്ളവ എപ്പോഴും അടി വെച്ചാലേ ചേച്ചിയില്ല ഇവളും പോയി ഞാൻ ശവമായി പോകും അല്ലേ. അത് ശരി. ഞാനിപ്പോഴാ അതിന്റെ വിഷമം മനസ്സിലാക്കിയത്. ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ആലോചിക്കുവായിരുന്നേ. ചേച്ചിയില്ല. 1-2 ഇവിടെ 2 മാസം എങ്ങനെ ഇരുന്നേ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു. ഇപ്പം എന്റെ കൊച്ചിനെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ എനിക്ക് മിസ് ചെയ്യാൻ തുടങ്ങി. എന്നറിയോ? അയ്യോ, അതിന്റെ നട കണ്ടോ? അടിപൊളി അല്ലേ? എങ്ങും വണ്ട വരെ. അമ്പലല്ലേ? മഞ്ഞുമൂടും മന്ദാരം തിന്നൽ മൂളും കിന്നാരം ചാഞ്ചാടും മൗനരാഗം മെല്ലെ മെല്ലെ തൊട്ടുണർത്തും ആ സുഗന്ധം തിന്നലിൻ നിശ്വാസമാകും ആർദ്ര നിമിഷം മന്ദാരം കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ. രണ്ട് ഛർദി കഴിഞ്ഞപ്പോ തന്നെ അവശനില കേട്ടോ. ഈ മുതലിലേക്ക് നമ്മൾ എങ്ങനെ കയറ്റിവിടും ജോസി ചേട്ടാ? നമുക്ക് കേറി പോകാൻ സെറ്റപ്പ് ഉണ്ടായിരുന്നേ കൊണ്ടാ സീറ്റ് ബെൽറ്റ് ഇടിപ്പിച്ചിട്ടേ ചേട്ടാ എന്നേലും കാണിച്ചൊന്ന് തള്ളി ഇറക്കി വിട്ടേക്കണമെന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന്റെ പേര് പറഞ്ഞിട്ട് വിട്ടേക്കായിരുന്നു. കണ്ടക്ടറോട് പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞു വിമാനത്തെ കയറി ഇരുന്നിട്ട് ദുബായി ചെന്ന് ഉറങ്ങി അവിടെ ഇരിക്കും. അവര് തിരിച്ച് ഇന്ത്യക്ക് കൊണ്ട് ഇറക്കിയോളൂ. തിരിച്ചുകൊണ്ട് ഇറക്കുന്നു. പോയ സ്ഥലത്ത് തന്നെ അങ്ങനൊന്നുമില്ല. എല്ലാം കേൾക്കുന്നുണ്ട്. ഇറങ്ങുന്നുണ്ടോ വെച്ച? ഛർദിച്ചിട്ട് കവറ് കൈ പിടിച്ചേ കേട്ടോ.
രണ്ടുപേരും പോയി നിൽക്കുന്നുണ്ട്. അപ്പാ മറ്റേ ഇതിന്റെ പേരെന്നാ? വലിയ ടയർ ഇട്ട് കുലുക്കം കുറവുണ്ട്, അലോയിലൊക്കെ കയറ്റി വഴിന്ന് മാറുന്നു. അപ്പൊ ഇതെന്നാ കായ ഇപ്പൊ വീണ് കിടക്കുന്നേ? എന്താണ് കായെന്ന് എനിക്കറിയില്ല. അത്തിയല്ല, ഞാൻ അടുത്ത് മറ്റേ ഇതാന്ന് പെഴുങ്ങാണോ? തേയിലത്തോട്ടമുണ്ടല്ലേ. അമ്മ എന്നാ പറയണേ? അമ്മക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? എന്നാ പറ്റി? എനിക്കും മനം പറഞ്ഞൊക്കെ കേറി വന്നായിരുന്നു. ആ, എനിക്ക് ആ വളമൊക്കെ വീശി തലക്കൊരു വന്നല്ലേ. ഈ വളഞ്ഞു പുളഞ്ഞുള്ള വഴി ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എന്നാന്നറിയാവോ? അന്നേരത്തിന് പെട്ടെന്ന് മറിഞ്ഞു കയറുന്നേ, ഛർദ്ദിക്കാൻ വരുന്നവർക്ക്. നമ്മുടെ ഇയർ ബാലൻസ് പോന്ന അങ്ങനെ അതെ ഈ വളം കിട്ടിയ ഒലയ്ക്കുമ്പോഴത്തേന് നേരെയുള്ള വഴിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അന്നേരത്തിന് പെട്ടെന്ന് വയറ്റി കിടന്ന് മറിഞ്ഞു കയറുവോ ഛർദ്ദിക്കാൻ വരുവോ എന്നൊക്കെ ഒരു ക്ഷീണമാണ്. എനിക്ക് ഇന്നലെ ഉറക്കം നടന്നില്ല. ഞാൻ ഇന്ന് പോകുന്നോണ്ടേ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് 3:30 രാവിലെ നേരത്തെ എണ്ണീക്കുകയും ചെയ്തു. അന്നേരം പോകുമ്പോ പിന്നെ ബുദ്ധിമുട്ടില്ലാതെ പോവാം. ഉറക്കം വരികയില്ല. ഉറങ്ങിക്കോ. ഫ്രണ്ട് സീറ്റൊക്കെ മേടിച്ചതാ. ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കായിരുന്നു. ഫ്രണ്ടിൽ നിന്ന് ഛർദ്ദിക്കുകയില്ലായിരുന്നു. ഒന്നാമത് ഉറങ്ങിയില്ല, പിന്നെ 2 കഴിച്ചില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. കൊച്ചിന്റെ കട്ടില് കൊച്ചിന് തന്നെ കിടക്കണം, എന്നാലേ. അല്ല പിന്നെ ചേച്ചി വേണം. ചേച്ചിയും കൊച്ചും ആണെങ്കിൽ കൊച്ചിന് ഒരു കുഴപ്പമില്ല, കെട്ടിപ്പിടിച്ച് കിടന്ന് സുഖമായിട്ട് ഉറങ്ങും. വേറെ ആരെങ്കിലും കൊച്ചിന്റെ കൂടെ കിടന്നാൽ കൊച്ചിന് ഉറക്കം വരികയില്ല. ഇന്നലെയൊക്കെ രാധമ ഉണ്ടായിരുന്നല്ലോ, അന്നേരം കൊച്ചിന് ഉറക്കം അങ്ങനെ ശരിയായില്ല. ഇറങ്ങി ഫോട്ടോ ഒക്കെ എടുത്തു തരാം. ക്ഷീണമാണോ പിന്നെ എടുക്കാം, അപ്പുറത്തെങ്ങനെ മാറി. ക്ഷീണമാണോ അവിടെ ഇരുന്നോ? എന്നാ ഉറങ്ങിക്കോ. മോനെന്നാ ഇച്ചിരി കഴിഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാടാ. കൊടുത്തിട്ടൊക്കെ നമുക്ക് എവിടെയൊക്കെ ഇറങ്ങാം. എനിക്ക് വിശക്കുന്നുണ്ട്. എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വഴിയൊക്കെ കണ്ടോ, നല്ല 2 സൈഡിലും തേയില, മറ്റേ കുത്തുകല്ല് നാട്ടിയിട്ടുണ്ട്. നല്ല വഴിയാണ്. അമ്മയുടെ ചുരിദാറിന്റെ ലുക്കൊക്കെ നോക്കി. ഇവരെന്നാ ചർച്ച ചെയ്യുന്നേ? നിങ്ങൾ പറയുമായിരുന്നു ഈ ആണ്ട് കൊടും വേനലല്ലേ, കൊടും വേനൽ വന്ന് ഏലം എല്ലാം വീണോണ്ടിരിക്കുക. അപ്പം കുറച്ച് ഏലക്കായ എടുത്ത് സ്റ്റോക്ക് ചെയ്യുവാണെങ്കിൽ നല്ല വില കിട്ടും. കാരണം ഈ ആണ്ട് ഏലം ഒരു 90% ഏലം നശിച്ചു പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതുപോലെ നനച്ച് പുറകെ വെള്ളവും കൊണ്ട് നടക്കുന്നവരുടെ മാത്രമേ പിടിച്ചു നിൽക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത ആണ്ട് ഉൽപാദനം കുറവായിരിക്കും. അതുകൊണ്ട് ഞാനും ജോസേട്ടനും കൂടെ ഒരു 10,000 കിലോ എടുത്ത് വെക്കാം അല്ലേ? ഏലക്കായ എടുത്ത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. നല്ലതാ. വില വരുവാണെങ്കിൽ എങ്ങനെ നല്ല ലാഭം കിട്ടും. പിന്നെ ഒരു കിലോ 500 രൂപ കിട്ടിയാൽ പോരെ. നമുക്ക് ഒത്തിരി ആഗ്രഹം തോന്നുന്നതാണ്. മേടിക്കും. വേറെ കാര്യം രസാട്ടോ. നല്ല തേയിലൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിന്റെ അകത്ത് കേറാൻ പറ്റില്ല, ഈ മുള്ളുകരി ഇട്ടുന്നുണ്ട്. ഇല്ലേ നല്ല ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. പൂവളപ്പൂ ഉണ്ടോ അതിന്റെ ഈ വള്ളി തുറന്നിട്ട് ഇത് മെഷീന് കട്ട് ചെയ്തെടുക്കുന്ന കംപ്ലീറ്റ്. അതുകൊണ്ട് അത് ഒരേ ലെവലിൽ നിൽക്കുന്നത്. മെഷീന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് 2 ഇലയും ഇതുമാണ് അതിന്റെ ആ ശരിക്കുള്ള കൊളുന്നെന്ന് പറയുന്നത്. ഇത് 2 ഇങ്ങനെ കണ്ണന്തേന്റെ പരസ്യം ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഇതാ. ഇതിന് ഇല കൂടുതൽ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അവര് വില കുറയും. 3 ഇലയൊക്കെ വരുമ്പോഴത്തേക്ക് വില കുറയും. 2 ഇലയും കുരുന്നുവാണെങ്കിൽ അതിന് വില കൂടും. അങ്ങനെയൊക്കെയാണ് തേയില. ഒത്തിരി പറിച്ച് കളയണ്ട. അതെ, അത് മൂത്തതാ, അത് പോയതാ അല്ലേ? അതെ. അല്ല മറ്റേ എന്റെ പരസ്യം കാണാൻ നല്ല രസമല്ലേ? ആ ഒരു AVT എല്ലാം ഇങ്ങനെ വരികയല്ല അതിന്റെ ഇല. കൈകൊണ്ട് പണ്ട് നുള്ളിയാണ് എടുത്തോണ്ടിരുന്നത്. ഇതിനെല്ലാം മെഷീനായി, എല്ലാം കട്ട് ചെയ്ത്. അതെ, 2 ഇലയും കൂമ്പും. അതായത് ഇങ്ങനെയാണ് പരസ്യം ചെയ്യുന്നിടത്ത് കാണിക്കുന്നത്. 2 ഇല
എനിക്കത് നമ്മള് കേറിയിട്ട് 5-6 പറിച്ച് ഇനിയിപ്പോ വേറെ ആൾക്കാർ ഇതെല്ലാം വരുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും കൂടെ പറിച്ച് കൊഴുന്ത് ഉണങ്ങാൻ ഇത് കട്ട് ചെയ്ത് ചിലപ്പം കൊളുന്ത് എടുത്തിട്ട് ഇത് മൊത്തം വീശിക്കളയും. ഉം. കവാത്ത് കവാത്ത് ചെയ്തേ ഉള്ളൂ. കവാത്ത് കത്തിക്കേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെ വെട്ടി വിട്ടാലേ ഇതിന്റെ അടിയിൽ നിന്ന് മുട്ടിച്ച് തളിര് വന്നോണ്ടിരിക്കും. ഇതിപ്പം എടുത്തിട്ട് വല്ലത് ആയില്ല കേട്ടോ. ഇതുണ്ടോ കിളുത്ത് വരുന്നേ ഉള്ളൂ. ഇതൊക്കെ നനയ്ക്കാനും കൂടെ സൗകര്യം ഉണ്ടല്ലോ. നല്ലപോലെ കൊളുന്തെടുക്കാം. ഇപ്പൊ കൊളുന്തിനും വിലയുണ്ട് ഒരുമാതിരി. 5 രൂപ 6 രൂപയൊക്കെ കിടന്ന് ഇപ്പൊ 20 രൂപ ഉണ്ടെന്നാണ് കിലോയ്ക്ക്. അവിടെ ഒരു നല്ല വീടുണ്ട് കേട്ടോ. ആ തേയിലക്കകത്ത് നല്ല ഭംഗിയുള്ളൊരു വീടാണ്. ഇനി ഇങ്ങനെ ഒരു ആണേല് നല്ല ഭംഗിയാണ്. പിന്നെ ഇതുണ്ട് മറ്റേ ചൂളമരം അല്ലേ അപ്പാ? ചൂളയാണ് ഈ മരത്തിന് വരുന്ന. ചൂളമരം. ആണോ? ചൂളമരം നാര് പോലെ ഉണ്ടോ? നല്ല രസമല്ലേ? മോള് വെളിയിൽ പുറകിലേക്കാണ് എന്നാണെങ്കിലും വാള. അത് പുറകിലിരുന്ന് വെച്ചാലും മുന്നിലിരുന്ന് വെച്ചാലും വാള തന്നെ. ആളില്ലാത്ത വഴി. ആ അന്നല്ലേ ഇവിടെ വീഡിയോ പിടിക്കാൻ പറ്റിയ സ്ഥലമാണ്. ആ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. അതെ അതെ. എല്ലാരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. കുറച്ചേരം ഞാൻ ഓടിച്ചാലോ വണ്ടി? അമ്മ കയറി സൈഡിൽ ഇരുന്നോ? അപ്പൊ സൈഡിൽ ഇരിക്കാൻ വേണ്ടി അടി കേട്ടോ. സൈഡിൽ ഇരിക്കുവാണ് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാഴ്ചകളൊക്കെ കണ്ട് ഡ്രൈവിംഗ് സീറ്റ് തരാന്ന്. ചിരിക്കണ്ട. അടുത്ത സിറ്റി അങ്ങനൊന്നും ഇല്ല. മൂലമറ്റം തൊടുപുഴ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ വളവ് തീർന്നല്ലേ? മൂലമറ്റത്തിന് എത്ര കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്? പിന്നെ ഒരു 100 കിലോമീറ്റർ ആണ്. മൊത്തം 140 കിലോമീറ്റർ വരും. 135. മൂലമറ്റത്തിന് ഇപ്പൊ നമ്മൾ ആകെ ഒരു 30 കിലോമീറ്റർ വന്നുള്ളൂ. 100 കിലോമീറ്റർ ഉണ്ട്. 24 കിലോമീറ്റർ ഇപ്പൊ വന്നിട്ടുള്ളൂ. മൊത്തം 135 140 വരും. കറക്റ്റ് സ്ഥലം നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അത്ര വരും. അപ്പൊ ഉറങ്ങിച്ചോ. പിന്നെ ഒരു 100 കിലോമീറ്റർ കൂടെ കിടക്കും. അടുത്ത ഓട്ടം നമ്മൾ ഇന്നോവയ്ക്ക് ആയിരിക്കും കേട്ടോ. അതിനാ ഇന്നോവ വരുന്നുണ്ടോ? പുള്ളിക്കാരനോ? ഒരു ടീമിന് വരുന്നു. ആണോ? ജോസിയറിന് ഇന്നോവ എടുക്കാൻ പോകുന്നത്. എന്നോന്നോ അടുത്ത കട കാണട്ടെ, എത്ര മേടിച്ചു തരാം. അടുത്തത് ഇവിടുത്തെ ഇവിടെ മൊത്തം തമിഴ് മേഖലയാ. ഇവിടെ അമ്മയുടെ ചുരിദാർ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പശി താങ്ങ മുടിയാതെ ഈ അണ്ണാച്ചി ഇറക്കി വിട്. അണ്ണാച്ചി വളി വിടും. അവിടെ ദുബായ് ഹിന്ദി അറബി. അപ്പൊ ഞങ്ങള് മുട്ടം വന്നു. മുട്ടത്ത് നമ്മുടെ പാറുവിന്റെ റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ അവിടെ കയറി കൊച്ചച്ഛൻ്റെ കേട്ടോ, മോനെ കൊച്ചച്ഛൻ്റെ മോളാണ് പാറു, മറ്റു കൊച്ചച്ഛൻ്റെ. അപ്പം കുഞ്ഞവൾ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് കാണാൻ നോർത്താണ് കയറിയത്. അവളെ കണ്ടില്ല. തുമ്പീനെ കുറെ നാളായി തുമ്പീനെ കണ്ടിട്ട്. അവരെ കൊച്ചിന് മരിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് മുട്ടിനൊക്കെ വീട് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വരും, എന്നിട്ട് തിരിച്ചു പോരും. എന്നിട്ട് കുഞ്ഞിനെ കണ്ട് കുറേ നാളായി. കുഞ്ഞിനെ ഒന്ന് കാണാൻ നോർത്തോണ്ട് അപ്പായി നിർബന്ധിച്ച് ഇവിടെ വണ്ടി ഒതുക്കിയതാണ്. പക്ഷെ അവൾക്കെന്താ പനിയാന്ന് പറഞ്ഞത്. പാറിന് കുഞ്ഞിന് പനിയാന്നൊക്കെ പറഞ്ഞിട്ട് അളിയനെ കണ്ടു. അപ്പം നമ്മൾ ഓരോ തണ്ണിമത്തങ്ങ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അമ്മ ഞാൻ കട്ട്ലൈറ്റ് കണ്ട് തിന്നു. ഞാനും ഒരു ഛർദി കഴിഞ്ഞു. ചെറിയൊരു ക്ഷീണമുണ്ട്, എന്നാലും കുഴപ്പമില്ല. അല്ലേടോ? എന്നെ കൂടെ ഫ്ലൈറ്റിന് കൊണ്ടുപോകുമോ? ടിക്കറ്റോ? മാളക്കുട്ടിന്റെ ഫ്ലൈറ്റ് ഡിലേ ആണെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇപ്പം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചിനെ സൈഡ് ഒതുക്കുമ്പോ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടമ്മോന് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഓടിക്കുന്ന ആൾക്ക് ക്ഷീണമൊന്നും ഇല്ലല്ലോ? ക്ഷീണമില്ലാത്ത ആളാ. പപ്പ വീട്ടിൽ നിന്ന് അറിയപ്പോഴേ പറഞ്ഞായിരുന്നു കേട്ടോ, മുട്ടത്ത് കടയിൽ നിർത്തണം, പിന്നെ അവിടെ ഒന്ന് കയറണം, പാറൂരെയും തുമ്പീനെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ.
പക്ഷെ പാറിന് ഇന്ന് പനിയായിട്ട് ആശുപത്രി പോയിട്ട് വന്നിരിക്കുവാന്ന് പറഞ്ഞാല് ആശുപത്രി പോയിട്ട് ഇപ്പൊ കൊണ്ടുവന്നേ ഉള്ളൂ. അപ്പുറത്ത് വീട്ടിലുണ്ട്, നമുക്കിപ്പോ കയറാൻ സമയം. വീട്ടിലുണ്ട്, പക്ഷെ കയറാൻ സമയമില്ല. നമുക്ക് തിരിച്ചു വരാൻ നോക്കാം, സമയമുണ്ട്, നമുക്ക് നോക്കാം. അവിടെ കുഞ്ഞുങ്ങളെ കാണാലോ. അപ്പം പോവല്ലേ? കാക്കനാടാവുന്നു. ആ, അപ്പം ക്ഷീണമാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓക്കെയാണ്. നേരെ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. ചേച്ചി ഇന്ന് കുറേ ദിവസമായിട്ട് വിളിക്കുവാണ്. ഞാൻ ഇടയ്ക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ചെമ്മീനൊക്കെ തന്നു വിട്ടു. പിന്നെ കുറേ ചെടിയുണ്ട്. ശ്രീകൂട്ട നീ ഇനി വരുമ്പം നിനക്ക് കുറേ ചെടിയൊക്കെ തരാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചെടിയും 2-3 പാവയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട് ചേച്ചിക്ക് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം കൊടുത്ത് അവിടെ നിന്നാണ് ഉച്ചഭക്ഷണമൊക്കെ. അതെല്ലാം കഴിച്ച് അവരെല്ലാം കണ്ട് 2 കുഞ്ഞാവയൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്തിട്ട് വരാം അല്ലേ? അവിടെ ചെന്നിട്ട് മെയിനായിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കണം. എവിടെയെങ്കിലും സൈഡിൽ മാറിയിരുത്, എന്നാലും ഒന്ന് ഉഷാറാവുള്ളൂ. കൊച്ചിനെ നമ്മൾ നേരത്തെ പോകുന്നത് തന്നെ മാളക്കുട്ടി ഛർദ്ദിക്കുന്നുണ്ട്. ക്ഷീണം മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ. എയർപോർട്ട് അടുക്കം തോറും എന്താ കൊച്ചിന് ഭയങ്കര സങ്കടം കേട്ടോ. ഇടയ്ക്ക് എന്നോട് ചോദിക്കുവോ നീയും കൂടെ പോരടി വന്നേന്ന്. ആണോ? എന്നാലും അമ്മയെ വിട്ട് നിൽക്കാനായിട്ട് മതിയാ. ഒരു ആംബുലൻസ് പോകുന്നുണ്ട്. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചേ കേട്ടോ. ഇപ്പം പോയേക്കാം. AC വേണ്ട, എനിക്ക് AC ഇഷ്ടമല്ല. എനിക്ക് മറ്റേ ഇങ്ങനെ വിൻഡോ തുറന്നിട്ടുള്ള കാറ്റ് ഇഷ്ടം. കുട്ടമ്മ തന്നെ ഒന്നും മിണ്ടാത്ത ഈ എന്നിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കും കേട്ടോ. ഇവിടെ കരിക്കൊക്കെ വെക്കുന്നുണ്ട്, കരിക്കും ജ്യൂസ്. എല്ലാവരും ഉണ്ടക്കണ്ണും മെഴുപ്പിച്ചിരിപ്പുണ്ട്. നമ്മൾ വടുതലയായി കേട്ടോ. ഇനി ഇവിടുന്ന് വലിയ ദൂരമില്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ വീട്ടിലോട്ട്. വടുതല പള്ളിയൊക്കെ കണ്ടു. പടുത്തോട്ടല്ലേ? ഇവര് മാപ്പൊക്കെ ഇട്ടിട്ടാ കേട്ടോ പോന്നെ. എങ്ങനെയുണ്ട് കുഞ്ഞ്, ക്ഷീണമാണോ? ഈ റൂട്ടിൽ കൂടെ ഞാൻ ആദ്യം വരും കേട്ടോ. ആ, ഞാൻ വന്നിട്ടുണ്ട്. നല്ല രസം കാണാനായിട്ട്. കാണാനൊക്കെ നല്ല ഭംഗിയാ. ഇഷ്ടംപോലെ മാവ് കിടക്കുന്നു. അപ്പൊ നമ്മള് വന്നു, ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ കറങ്ങി നടക്കും കേട്ടോ. എവിടെ പോവാ നമ്മള്? വല പൊക്കുന്നതാണോ? കൊച്ചു പരിചയപ്പെടുത്തു കൊച്ചിന്റെ പുതിയ കൂട്ടുകാരിനെ. സേറാന്നാണ് പേര്. ആ, ഒത്തിരി വർത്താനൊക്കെ പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? എനിക്ക് ഇഷ്ടപ്പെട്ടു. നാളെ 9 എക്സാം കഴിഞ്ഞിട്ട് ഇരിക്കുവാണ്. 8ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞിട്ട് 9 ആ, അടുത്ത ആളെ പരിചയപ്പെടുത്താം. അടുത്ത ആളെ അമ്മ പരിചയപ്പെടുത്താം. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. നമ്മുടെ മേരി ആൻറ്റി. ഞാൻ ഇന്നാള് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരുപാട് ചെമ്മീൻ നിന്നിട്ട് ഒരു അമ്മയുണ്ടെന്ന്. ആളാണ്. നമ്മൾ വന്നു, പപ്പായൊക്കെ അവിടെ വർത്താനം പറഞ്ഞിരിക്കുന്നു കേട്ടോ, അവിടുത്തെ അച്ഛനുമായിട്ട്. പോയോ? ചെമ്മീൻ പൊക്കി കാണിക്കാനായിട്ട്, ചെമ്മീൻ കെട്ടാ പൊക്കി കാണിക്കാം. കമ്പോല. വാ, ജോസേട്ട ഫോണില്ല കേട്ടോ. ചീനാണ് ഇതോ? ആ, നമുക്ക് വേണേലും വന്ന് പിടിക്കാം. നല്ല രസമുണ്ടല്ലോ ഇവിടുത്തെ സ്ഥലമൊക്കെ. ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ട്. ഫ്രണ്ടിൽ പോകുന്ന ആളെ പരിചയപ്പെടുത്തില്ല കേട്ടോ. ഈ അമ്മയ്ക്ക് 2 മക്കളാണ്, ഒരു ചേട്ടനും ഒരു ചേച്ചി. ഈ ചേച്ചിയാണ് മോള്, സേറമോള്. ഇനി ഒരാളും കൊണ്ട് ചേച്ചിക്ക്. ചേച്ചിയുടെ പേര് ജാൻസി. ചേട്ടന്റെ പേര് ജെൻസൺ അല്ലേ? ജെൻസൺ. ഇവരുടെ മെയിൻ ഒരാളുണ്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റ് ഒരാളുണ്ട്, ഇവിടെ ഇല്ല. ചേച്ചി തൃശ്ശൂർ വരെ പോയേക്കുക, ചേട്ടൻ്റെ വൈഫ്. പിന്നെ നമ്മുടെ എസക്കിയൽ കുഞ്ഞാവി. എസക്കിയൽ, നഥാനിയൽ, എസക്കിയൽ. എന്ത് പറയണ നിങ്ങൾ എൻ്റെ കൂടെ? സേറക്കുട്ടി എന്നെ പറയണേ, ഭംഗിയുണ്ട് കാണാൻ വേണ്ടി.
ആ തെങ്ങിന് എന്തോരം ഉണക്കത്തെങ്ങയാ? കാക്കക്കൂടുണ്ടോ? ഉണ്ടോ? പറഞ്ഞു പോകാണ് എത്ര കാക്ക. അപ്പം കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മളിവിടെ വന്നു. ആ വീടല്ലേ? വീഴുന്നവരെ വണ്ടിയൊക്കെ കയറ്റുന്നല്ലായിരിക്കും. അതെ, റിസ്കിയാ. ഇതുണ്ടോ? ഇത്ര ഇടയുള്ളൂ പോവാൻ വേണ്ടി. ആ ഞാൻ കരക്കെത്തി. ഒരാളെ പേടിപ്പിക്കാതെ. പോയി വരുന്നില്ലേ? വാ. ഇതാട്ടോ ഇവിടുത്തെ അച്ഛൻ. ആ കാണുന്നല്ലേ? അത് കണ്ടെയ്നർ ട്രെയിൻ പോകുന്ന വഴിയാണ്. കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടല്ലോ, അങ്ങോട്ട് പോകുന്നു. വല്ലാർപാടം. നമ്മളിതൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ, പിന്നെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. സന്ധ്യ സമയം, ഈവനിങ് ടൈം അടിപൊളി. ആണോ? നീങ്ങിക്കോട്ടെ. അതിന്റെ അടുത്തുനിന്ന് എങ്ങനെ ഇങ്ങനെ വലുതാക്കുന്നല്ലേ? ഇത് അപ്പൊ ആദ്യമായിട്ട് കാണല്ലേ? ഇപ്പാ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ആ എന്തെങ്കിലുമൊക്കെ മീൻ കിട്ടും അല്ലേ? മാളിക്കുട്ടിക്ക് ഇഷ്ടമുള്ള വള്ളത്തിൽ നമ്മൾ ആറ്റിന്ന് പിടിക്കും. വള്ളത്തിൽ നിങ്ങൾക്ക് ആ കയറ് കിട്ടിയേക്കണ അതിന്റെ അപ്പുറത്തോട്ട് എന്റെ കൊടയൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഏതായാലും വെയിൽ കൊണ്ടാലും ഇത് കാണാൻ പറ്റില്ല എന്ന് ഭയങ്കര നഷ്ടമായിപ്പോല്ലേ? ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും നമ്മളെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ആ അതുകൊണ്ട് താത്ത വിടുന്നുണ്ടോ? ആ വലതാന്ന് പോകുന്നുണ്ട്. അവിടെ പോയി എന്തെല്ലാം ട്രിക്കല്ലേ? ആ ഫുള്ള് താന്നു അല്ലേ? ഇത് വെയിറ്റ് അല്ലേ ഇതിന്റെ പരിപാടി? ഫുള്ളല്ലേ കോൺക്രീറ്റ്. നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. തൊട്ടടുത്ത് ഇത്ര നല്ല ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിട്ടാ ഇപ്പോഴല്ലേ വരാൻ തോന്നിയേ? നേരം ഉണ്ടായില്ല. അല്ലെങ്കിൽ അതെ, നേരത്തെ വിളിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴാണെങ്കിലും ഇത് ഓളം ഉണ്ടല്ലേ? തെര പോലെ. ആ വേലിയിറക്കം. വേലിയിറക്കം. വേലി പഠിച്ചല്ലേ? 10ാം ക്ലാസ് ജയിച്ചു. എങ്ങനെ ജയിച്ചു നീ? അത്ര വേണ്ട, കൊച്ചിനെ കളിയാക്കണ്ട. 10ാം ക്ലാസ്സിൽ വേലിയിറക്കല്ലേ? എന്താണ് വേലിയേറ്റം? വേലിയിറക്കം പറയും. ഞാനും പഠിച്ചിട്ട് 7 കൊല്ലമായി. മറന്നുപോയി. അങ്ങോട്ട് കയറ്റത്തിന്റെ സമയത്ത് അങ്ങോട്ട് ഒത്തിരി കൂടെ കയറും വെള്ളം. ആ പറമ്പിലൊക്കെ കയറുമോ? മറ്റേ വെള്ളപ്പൊക്കൊക്കെ ഉണ്ടായില്ലേ? അവിടെ വരെ വന്നു. ആ 2018 പ്രളയ സമയം. പ്രളയം ഉണ്ടായില്ലേ? 2018 ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. പക്ഷെ ഈ വെള്ളം എന്താ ഇങ്ങനെ കിടക്കുന്നേ? ഭയങ്കര ചെളിയൊക്കെ വെള്ളം കേറുമ്പോ നല്ല തെളിഞ്ഞെടുക്കും. അതിന്റെ ഒരു ചേർന്ന മണം ഉണ്ടല്ലേ? ഞാൻ കണ്ട്. വെയിറ്റ് അല്ല ഫുള്ള്. ആ അപ്പൊ നല്ല നല്ല മീനെ കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണേ.
5 മിനിറ്റ് നിന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ശ്രീകുട്ടനും ശ്രീകുട്ടന്റെ ഫാമിലിക്കും ലക്ക് ഉണ്ടോ നോക്കട്ടെ. ആ അതെ, ഭാഗ്യം ഉണ്ടോ നോക്കാം. ഈ വലയുടെ സംവിധായകൻ ആൾക്കാരാണ് ഇതിന് വേണ്ടിയുള്ള ആൾക്കാരുണ്ട്. കാശ് മാത്രം മുടക്കാൻ മതി. ഒരു ആളുണ്ട് ആ അങ്ങനെ അത് കൊള്ളാല്ലേ. ഞാന് എന്നാ ആളെക്കൂട്ടി പോയി കഴിഞ്ഞാൽ 5-6 ദിവസം ഞാൻ ഇവിടെ നിൽക്കാം. 5-6 ദിവസം വലിക്കുന്ന പരിപാടിയല്ലേ ഉള്ളൂ. അപ്പൊ അപ്പറൊക്കെ ഉണ്ടല്ലേ, ഇവിടെയുണ്ട് 1-2 വിലയുണ്ട്. ആ അങ്ങോട്ടുണ്ടല്ലേ. എല്ലാവർക്കും വള്ളവും ബോട്ടൊക്കെ ഉണ്ടല്ലേ. ആ ഇനി വരുമ്പോ പോവാം, ഫോട്ടോ വെച്ച് പോവാം. കുറെ സ്ഥലങ്ങളുണ്ട് എറണാകുളത്ത്. എവിടേക്ക് ഫോട്ടോ വെച്ച് ഞാൻ പോയിട്ടുണ്ട്. ഫാമിലി ഉണ്ട്. ആ ഫാമിലി ആയിട്ട് ഇവര് വരികയല്ല. എന്നാ വെച്ചാൽ ഞാൻ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുമ്പോ ഞാനൊരു ഒറ്റ ഇറക്കോ. നിങ്ങളത് മനസ്സിലാക്കി കൊണ്ടുവരണം അല്ലേ, കൊണ്ട് ചോദിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവരോട് പറഞ്ഞു, എടാ നമുക്ക് 2 ദിവസം അവിടെ പോയി ഒരു ഹോട്ടലൊക്കെ വാടക ഹോട്ടലിൽ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. 3-4 ദിവസം കറങ്ങി മാളൊന്നും കണ്ടില്ല. ലുലുമാളിലൊക്കെ പോയി എല്ലായിടം ഒന്ന് കറങ്ങി കണ്ടിട്ടൊക്കെ വരാന്ന് പറഞ്ഞു. ഒറ്റയ്ക്ക് വരുമ്പോ ആ സ്വാതന്ത്ര്യം കിട്ടില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് വന്ന ലുലു കറങ്ങും, ഫോറം മാള് പോവും, എല്ലായിടവും കറങ്ങി. വന്നിട്ട് ഞാൻ പോയിട്ടില്ല. പോയാലേ ഞാൻ പോയി. അമ്മ പോയില്ലെന്ന് അല്ല അമ്മ ഇവരുമായിട്ട് സംസാരിക്കും, ഇവർ ആ സ്ലാങ് ആയി പോകും നമുക്കല്ലേ. പക്ഷെ എനിക്ക് ഇവരുടെ ആ ഇല്ല, അമ്മക്ക് തൃശ്ശൂരാണ്. അമ്മ തൃശ്ശൂരാരിയാ. അമ്മയുടെ ചെറിയൊരു ചോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വന്നുണ്ട് ഇടക്കിടക്ക് എന്നൊക്കെ ചോദിച്ചോ ഭയങ്കര ഇഷ്ടമാണ്. ആ നമുക്ക് കേൾക്കുമ്പോ ഒരു ഇതല്ലേ, ഒരു പ്രത്യേക ഫീലാ. ബോട്ട് വന്നുണ്ടോ പക്ഷേ ഞാനവരോട് പറയും എപ്പോഴും ഞാൻ ചോദിക്കട്ടെ, ഇതിങ്ങനെ മല കെട്ടിയിട്ടുണ്ടോ ഇതിന്റെ അകത്ത്? ഇതിന്റെ അകത്ത് സ്ക്വയറി വല കെട്ടിയിട്ടുണ്ടോ? അത് അഴുക്കുകളും അത് മറ്റേ പായലും പായല് ഉപ്പ് മാറുമ്പോ പായല് ഉപ്പും വെള്ളമാണ്. ഉപ്പ് മാറുമ്പോ പായല് വരുമ്പോ അത് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ്, കയറാതിരിക്കാൻ വേണ്ടി. അതാണ് ഈ വഞ്ചിയൊക്കെ ഈ ജസ്റ്റ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. പറയാനായിട്ട് പായലിന് മീൻസ് ഈ പോള ഇല്ലേ, ഓളപ്പായൽ അത് വരും. പുഴയൊന്നും അറിയില്ല. കൊടവോ രണ്ടുപേരും കൂടി പുഴയിൽ വരുന്നത് ഇങ്ങനെ നല്ല കാറ്റ് പിടിക്കണ്ട്. ഓ ചെളിക്കത്ത് വീണെങ്കിൽ ഈ ഉടുപ്പൊക്കെ നല്ല രസമായിരിക്കും അല്ലേ, അല്ലേ സേറക്കുട്ടി കാണാൻ? പൊടിയായിട്ട് ആ വല ഞങ്ങളുടെ പൊക്കിക്കൊണ്ടിരിക്കുന്നു. അതെ, അതിനകത്ത് കൂരി കാണും, കാരി കാണും, പാമ്പ് കാണും, പഴുതാര കാണും. ഇതെന്നാ ലോട്ടറി കച്ചവടം? എന്നതേലും കാണുമോ? എന്തിനും കാണും, നമുക്ക് നോക്കാം കേട്ടോ. എന്തേലും കാണും. ഒരു കാക്ക പറന്നു വന്ന കണ്ടോ എന്നിൽ വണ്ടിക്ക് എടുക്കാൻ വേണ്ടി. അതുണ്ടോ കാക്ക പറന്നു നിറവായ പണിയാ കേട്ടോ. നല്ലൊരു വെയിറ്റ് ഉണ്ട് ഈ പൈപ്പും ഇതെല്ലാം കൂടെ വരും കൂടെ. ഇപ്പൊ താത്തല്ല ഉള്ളു, അതെ അധികം സമയം ഇതിന്റെ അകത്തന്നെ എന്നിലുണ്ടോ? ഒന്നുമില്ലടാ, കാറ്റത്തിങ്ങാട് പോരും. നേരം മുക്കിയാണ്. നമ്മൾ വന്ന് നമുക്ക് കാണാൻ വേണ്ടിയുള്ള ക്യൂരിയോസിറ്റിക്ക് ഇത്തിരി നേരം ഇട്ടു, ഇത്തിരി നേരം കഴിയുമ്പോ പൊക്കിയില്ലേ. ചെമ്മീനുണ്ടോ? ഇട്ടിട്ട് ഒരു മണിക്കൂറേലും കഴിയണം. പിന്നെ അല്ലെങ്കിൽ ചെറിയ പൊടിത്തീറ്റ ഇച്ചിരി തന്നെ ഇടുവാണെങ്കിൽ എന്തോ ഉണ്ട്, നമുക്ക് നോക്കാം. എന്നേലും കാണുവാണെങ്കിൽ നമുക്ക് നോക്കാം. നല്ലൊരു ആയസരമായ പണിയാണ്. ഈ വണ്ണമുള്ള ഈ ഇത് നമ്മുടെ പോസ്റ്റിന്റെ വലിപ്പുണ്ടോ കമ്പിക്ക്? ഇത് ഒരു 2-2.5 ലക്ഷം രൂപ മുടക്കി ഇത് ഫിറ്റ് ചെയ്തതാണ് ചെയ്യുന്നവരെ കൊണ്ട്. ത്രാസ് പോലെ ആകും. ത്രാസിന്റെ കൂട്ടം അങ്ങോട്ട് പാതി ഇങ്ങോട്ട് പാതി
എന്നിട്ട് ഇവിടെ വെയിറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ആ അപ്പം നമുക്ക് ഇറക്കാനും കയറ്റാനും എളുപ്പമാണ്. ആ അതാണ് അതിൻ്റെ ഇങ്ങനല്ലേ. അപ്പൊ അത് ചെമ്മീൻ ഉണ്ടോ ഇപ്പൊ? സ്വന്തം പറയാം. അച്ഛൻ ജയിച്ചോ? അപ്പൊ അത് ചെമ്മീൻ ഉണ്ടോ ഇപ്പൊ? കുറച്ചുണ്ട് അത്. ആ ചെമ്മീനുണ്ട്. കിടക്കുന്ന കാണത്തില്ല. ആ അവിടെ നിൽക്കാം. ചെമ്മീൻ കിട്ടി, ചെമ്മീനാ. ഇതോ നല്ല പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചല്ലേ പരിപാടി? നല്ല പൈസ 2 ലക്ഷം രൂപയ്ക്ക്. ആ എന്നുവെച്ചാൽ എല്ലാം ഇരുമ്പല്ലേ. അയ്യ. ഇറച്ചി മറ്റേ മുളകത്തെ എന്തോ മരമാണ്. ആ പക്ഷെ ഞങ്ങൾ ഇടുക്കിക്കാർ ഇവിടെ വരുവാണെങ്കിൽ 10 ദിവസം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉപ്പ് പണിയും കവുങ്ങും തെങ്ങൊക്കെ വെച്ചിട്ട്. എല്ലാം ഡൂപ്പിന്റെ ആൾക്കാർ ഞങ്ങള് അല്ലേ മേ? അമ്മ ഇത് നോക്കിയേ. അല്ലെങ്കിൽ ചെമ്മീൻ ഉണ്ടാവും. അതെ, 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മീൻ പിടിച്ചെടുക്കായിരുന്നു. സമയമില്ലാത്തതുകൊണ്ട് അച്ചായൻ ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. അതിനിടയ്ക്കാണ് നമ്മളെ ഇതിനെ തിരിച്ചു വിടുവാ ഇനി. ഇതാണ് ഉണക്കണെന്നമ്മ. ആണോ? കാണാൻ വളരുവോളല്ലേ? വലിയതൊക്കെ ഉണ്ട്. വലിയതൊക്കെ ഇതിപ്പോ ചെറുതാണെന്നുള്ളൂ. അപ്പൊ അവര് പറഞ്ഞത് ഇതാണ് നുമ്മ ഉണക്കുന്നത്. ചെമ്മീൻ നുമ്മ ഉണക്കണം. കൊള്ളാല്ലേ? ചെമ്മീൻ ചാടിയ പക്ഷെ ഇതിന് ദശയുണ്ടേ. ഇതുണ്ടോ ഇതിന്റെ ദശ? കൊള്ളാവേ. ആ വേറെ പക്ഷെ ഇതിന്റെ ജീവനോടെ കൊണ്ടാൻ പറ്റിയായിരുന്നെങ്കിൽ മറ്റേ അക്കോറത്തിന് ഇടായിരുന്നു. അക്കോറത്തി അങ്ങനെ കിടക്കും ചിലവ്. ചില്ല്. ആ ഇത് നമ്മുടെ ആറ്റിലുണ്ട് ചില്ല്. ചില്ല് ചില്ല്. ഓ നിങ്ങള് നല്ല വെറൈറ്റി. ഒരു എടുപ്പ് കൂടുന്ന പേരൊക്കെയാ നന്ദൻ. കാര്യം മീന് പവറില്ല എങ്കിലും നല്ല എടുപ്പാണ് പേരാണ് നന്ദൻ. നമ്മള് ചില്ല്. ഇതിവിടെ തിരിഞ്ഞ് കളയണ സാധനമാണ്. ചെമ്മിത്തിന്ന് തിരിഞ്ഞ് കളയണം. കഴിക്കും. ഇത് വളർന്നാണ്. ചെറുതാ. ഉണങ്ങാൻ വേണ്ടി ടീ ആയിട്ടോ. വിലയില്ലാത്ത കാരണമല്ലേ ഇത് നമ്മ. അപ്പൊ നമ്മള് ആദ്യമായിട്ട് കാണുവാണ് ഇങ്ങനത്തെ പരിപാടി. ഇതുണ്ട് വേറൊരു മീനെ കണ്ടോ? അത് ഇതെന്നെ കാരിക്കുഞ്ഞോ? ഇത് ചെമ്മീനില്ല, കാളക്കുഞ്ഞൊന്നുമില്ല. ഇത് കണ്ടോ? ഇത് വേറൊരു മീനാ, ചെമ്മീനില്ല. പക്ഷെ നമ്മുടെ അവിടെ ചെമ്മീൻ വെള്ളം കൂടുമ്പോൾ വരുമ്പോ ഒരുമാതിരി ഒരു ചുമല കളർ പോലെയാണ്. ചുമല കളർ അത് മറ്റേ ഇതാണ് മൊട്ടച്ചെമ്മീൻ എന്ന് പറയുന്നത്. മറ്റേ ഇർക്കാലൊക്കെ ഉണ്ടോ മൊട്ടച്ചെമ്മീൻ. വേറെ ചെമ്മീൻ ഉണ്ട്, കാലൻ ചെമ്മീൻ അല്ലേ? അത് തന്നെ, അതിനെ തന്നെ പേര് പറയണ കാലൻ ചെമ്മീൻ. ഇത് പച്ചക്കറി വെക്കാൻ പറ്റുമോ? പച്ചക്കറി വെക്കുന്നത് എന്റെ എല്ലും ശ്വാസകോശവും എല്ലാം നിരീക്ഷിക്കുമായിരുന്നു. കറണ്ട് മറ്റേ ഇതാണ് സോളാർ. സോളാർ ഇവിടെ കാവലാളും ഉണ്ടോ? രണ്ടാമത്തെ വല വെക്കുന്നുണ്ട്. എന്നാ പറഞ്ഞേ? നമ്മുടെ മാളക്കുട്ടിയെ ഒരു ദിവസം ഇവിടെ കൊണ്ട് എന്നേരും ആക്കണമെന്നാ സേറമോള് പറയുന്നത്. ഒരു ദിവസം സേറമോക്ക് വർത്താനം പറയാനും വർത്താനം പറയാനും കളിക്കാനും ഒക്കെ ആയിട്ട് ഒരു ദിവസം മാളക്കുട്ടി ഇവിടെ ആക്കണമെന്നാ പറയുന്നത്. കൊണ്ടുവിടാം. അത് ഇതിന്റെ അകത്തുള്ളതാ. ഈ കാക്ക പറന്നു വരും അല്ലേ? ഇത് താഴ്ന്നതാണപ്പോ? ആ അതെ അതെ. ഇത്രയും വെള്ളം ഇങ്ങനെ കിടക്കുമല്ലേ, ആ വല പൊക്കുന്നതേ ഓടി വരുന്നു. അത് ഇവിടെ വന്നിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനെയുള്ള വലയൊക്കെ പൊക്കുമ്പോൾ ഓടി വരുവാണ്. ഒരെണ്ണം അതിന് കിട്ടുമല്ലോ എന്നൊക്കെ ഓടി വരുന്നേ. ഏതായാലും ഏരിയാൻ്റെ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊക്കെ കാണാൻ പറ്റി കേട്ടോ. അതെ അതെ, ഒരുപാട് സന്തോഷം. ഇല്ല ഞങ്ങൾ തന്നെ ഇടുക്കിയിലും മലയും വെള്ളച്ചാട്ടവും കണ്ടു തന്നെ. വാന്നേ, ഞങ്ങൾ അവിടെ 365 ദിവസം ഉണ്ട്. ഇത് നാളെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ ഇത് തെളിവാ. അയ്യോ, അതാ ജഡ്ജിന്ന് അവിടെ തീരുമാനിക്കുന്നത്.
ഉണ്ടല്ലോ ഉണ്ടോ അതിനകത്ത്? കഴിയുമ്പോൾ മഴയൊക്കെ പണിയുമ്പോൾ ഒരു 8 മാസം ഇവരെന്നാ പറയുന്നത്? ജോസേട്ടൻ നോക്കണ്ടേ? ഇവിടെ നിൽക്കുന്നത് കാണാൻ നല്ല അടിപൊളിയുണ്ട്. പക്ഷെ അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾക്ക്? നമുക്ക് വളരെ ചെയ്യാം. വെള്ളത്തിന് അവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ടാ. എന്നിട്ട് വേറെ എന്നാ ഉള്ള ഈ കറുത്ത കിടക്കാൻ ഇത് കക്കയെന്ന് പറഞ്ഞതിന് കക്ക ഞവണിക്കാന്ന് കണ്ടിട്ട് ഇത് ഞവണിക്ക. പച്ച ഞവണിക്ക ഉണ്ടോ ചേ? ഞവണിക്ക വേറെ എന്താ കൊണ്ടുവരണം? പിന്നെ ജീവനുണ്ടോ? കിട്ടിയ അടിച്ചു അടിച്ചോക്കെ ഒന്നുമില്ലേ? ഒന്നുമില്ല. ആ ആ ആ ചെറിയ സമയം പാഴാക്കുന്നില്ല. അപ്പൊ അതെ ഇതിന് താത്തിട്ടിട്ട് വൈകിട്ടൊന്ന് വെക്കോ? ആ അങ്ങനെ ആ ഒരു ലെവലിൽ ഇടും അല്ലേ? ദുബായിക്ക് പെട്ടെന്ന് എത്താം. അക്കരെ ഇറക്കി തരാന്ന്. നല്ല ഐഡിയപരമായിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അവൻ ഇത് പറഞ്ഞു കേട്ടില്ല, ഇത് ത്രാശ് പോലെ ഇതിന്റെ സെറ്റപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം വെയിറ്റാ. കണ്ടുപിടുത്തമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഒരു സജ്ജീകരണം ഉണ്ടാക്കി. ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ഓരോരുത്തര്. ഇതും കൂടെ ഒക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ആ അതെ. ഇനി അതുള്ള അതിൻ്റെ അകത്ത് കിടക്കുന്നതെല്ലാം കാക്ക കുത്തിനല്ലേ? ചായൻ ഇതൊരു ഹോബി. അതായത് ഇടയ്ക്ക് ചില സീസണിൽ നല്ല കരിമീനൊക്കെ കിട്ടും. അതിനെടുത്ത് പൊള്ളിക്കുക, കഴിക്കുക. ജസ്റ്റ് ഫോർ എൻജോയ്മെന്റ്. ജോസേട്ടാ വല വലിക്കാൻ നിൽക്കുവാണോ? വരുന്നുണ്ടോ? ഒന്ന് മരിച്ചിട്ട് പോവാന്ന്. അവിടെ ചവിട്ടി വരിക. ഇങ്ങനെ ആ ഒരെണ്ണത് ചവിട്ടി ചിലപ്പോൾ ഓടി പോട്ടെ പോട്ടെ. മേടിച്ചിട്ട് മാറിയതാണ്. ആ പഴയതൊരെണ്ണം മേടിച്ചതാണ്. ആ എന്നിട്ട് പിന്നെ അതിന്റെ പൈപ്പെല്ലാം മാറി സെറ്റ് ചെയ്തെടുത്തോ. പുതിയതാക്കി എടുത്ത് അവിടെ ഒരു 2.5 ലക്ഷം രൂപ മുടക്ക് വരും അല്ലേ? 2.5 ലക്ഷം രൂപ മുടക്ക് വരും. അത്രയും കാര്യം നോക്കുമ്പോൾ ഒന്നുമില്ല. 2 ലക്ഷം രൂപ. ആ അതെ. പക്ഷെ ചെന്ന് നല്ല ശുദ്ധമായ ചെമ്മീൻ കിട്ടും.